ചിരിക്കാവോ? ചിരിക്കാമോ? ടാറ്റ വെക്കാവോ? അല്ലെങ്കിലും ക്യാമറ കാണുമ്പോൾ ചിരിച്ചില്ലെങ്കിലും ഇപ്പോൾ ടാറ്റയും ഉമ്മയും തരാൻ വേണ്ടിയിട്ട് കാശുകുട്ടനും കുഞ്ഞാറ്റയ്ക്കും ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്ന് ഇപ്പോൾ രണ്ടുപേർക്കും അതൊരു പരിചയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ള ഭാഗമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരത്തേക്ക് ഇനി ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. കാരണം നിലത്തൊന്നും നിൽക്കില്ല. പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പോലെ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. എന്നും എഴുന്നേറ്റ് പോയിരുന്ന ആ ഒരു സമയം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് എഴുന്നേറ്റതുകൊണ്ട് എൻ്റെ പണികളൊന്നും തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം നിലത്തിരുന്നൊക്കെ നോക്കിയിട്ട് പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം തന്നെ പിന്നെ അങ്ങ് ഇരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവനെ വെച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രം കഴുകലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കോഴിക്ക് തീറ്റ കൊടുക്കൽ, അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നു. അന്നേരം നമുക്ക് കഴിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങൾ അലക്ക് അങ്ങനെയുള്ളതൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ കുറച്ച് അരി ഇടണം, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊന്നും കാശിൻ്റെ കഴിക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ അത്യാവശ്യമായിട്ട് രണ്ട് കൈയും ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് നേരം ഞാൻ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താഴെ നിർത്തുമായിരുന്നു കേട്ടോ. അങ്ങനെ അടുക്കളയിലും പരിപാടികളെല്ലാം ഒരുവിധം കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. നമ്മുടെ റംബൂട്ടാൻ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതി മുക്കാലും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കായ ആയിരുന്നപ്പോൾ തന്നെ അങ്ങനെ കുറച്ച് പഴുത്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ പറിച്ച് കഴിച്ചൊക്കെ അത് തീർക്കാറായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴുത്തൊക്കെ നിൽക്കുമ്പോഴേക്കും കാക്കയാണ് അതിനൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മളൊരു മുക്കാൽ പരുവൊക്കെ എത്തുമ്പോഴത്തേക്കും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറിച്ച്. അങ്ങനെ അതൊക്കെ പറിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസമായിട്ട് എന്നും മഴ ചെയ്തുകൊണ്ട് തുണികളെല്ലാം ഒരുപാട് ഉണങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് തുണി ഇട്ടാലോ എന്നുള്ളൊരു ആലോചനയിൽ ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ അത്യാവശ്യം തുറന്ന് കിടക്കുന്ന തുണികളെല്ലാം എടുത്ത് ഞാൻ വെയിലത്തേക്ക് ഇടാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം ഇന്ന് അലക്കിയിട്ടതെല്ലാം അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചു. കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി മടക്കി വെക്കാവുന്ന മാത്രം എടുത്തത് ഞാൻ തപ്പി തടഞ്ഞെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് വെയിലത്തേക്ക് ഇട്ടു. അതിനിടയ്ക്ക് ഞാൻ കൊണ്ട് വിരിച്ചിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് തരുന്നതാണ് കേട്ടോ കാശുകുട്ടിനെ കാണിക്കുന്നത്. അത് അവിടെ അങ്ങനെ വെറുതെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ സൈഡിലായിട്ട് ഇട്ടിരിക്കുന്നത് അവന് പറ്റുന്നത് ചെറിയൊരു ടവലായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് തന്ന് സഹായിക്കുന്നതാണ് കേട്ടോ തിരിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി വന്ന ശേഷം കാശിക്കുട്ടൻ പുറത്തുനിന്ന് വന്നതിൻ്റെ ക്ഷീണത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന അടിപൊളി ലിപ് ഗ്ലോസ് ആണ്. ആദ്യമേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മാർസിൻ്റെ നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അതിന് തന്നെ ജസ്റ്റ് ഒരു ഗ്ലോ ഉണ്ട്. എന്നാൽ പോലും ഈ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചും കൂടി ഒരു മാറ്റ് ലിപ്സ്റ്റിക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഈ ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കിട്ടും. ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏത് ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ലിപ് ഗ്ലോസ് നമ്മൾ ലിപ്പിലിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. കാരണം നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ്. അത് തന്നെ പെട്ടെന്നൊന്നും നമ്മുടെ ലിപ്പിൽ നിന്ന് പോകത്തില്ല. ഒരു 5-6 മണിക്കൂർ ഇത് അതുപോലെ ഇരിക്കും കേട്ടോ. പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നതല്ല. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാം, ഒരു വട്ടം വാങ്ങിച്ചു നോക്കോളൂ കേട്ടോ. അപ്പോൾ ടാറ്റ.